നമസ്കാരം സുഹൃത്തുക്കളെ. ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നല്ലോ രാമജയന്തിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ രാമനവമി എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ ജന്മദിനവും അതുമായി ബേസ് ചെയ്ത് നടന്ന ഒരു ഘോഷയാത്രയുമാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ഘോഷയാത്രകൾ നടക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഏകദേശം ഒരേ രീതിയിലാണെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ആഘോഷവേളകളൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അവരുടെ ഒരു റാലിയും കാര്യങ്ങളും ഒക്കെ. എന്നാൽ നോർത്തിലോട്ട് പോകുമ്പം അതിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അവർ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ അവരുടെ സംസ്കാരവും വേറെയാണല്ലോ. ഒരുപാട് പോലീസുകാരുടെയൊക്കെ സുരക്ഷയോടുകൂടിയാണ് ഈ പരിപാടി നടത്തിയത്. ഏകദേശം 3-3.5 കിലോമീറ്ററോളം ഇതുപോലെ റാലി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ റോഡ് കണക്ട് ചെയ്യുന്ന ഔട്ടർ റിംഗ് റോഡിലോട്ടാണ്. ഒന്നില്ലെങ്കിൽ ഹെബ്ബാളോ അല്ലെങ്കിൽ സിൽക്കോടോ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റും. പക്ഷേ ഒരു 1.5 മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഈ റോഡിൽ. അത് കാര്യമായിട്ട് KR പുരത്തിനെയും പിന്നെ രാമപുരത്തി നഗറിലെയും ശിവാജി നഗർ പോകുന്ന വഴിയൊക്കെ എത്രത്തോളം ട്രാഫിക് ബ്ലോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. ഏതോ ഒരു അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ് വരെയാണ് ഇവർ പോകുന്നത്. ഇതുപോലെ ശ്രീരാമനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം പോകുമ്പോൾ വിശ്വാസികളായ ആൾക്കാർ രണ്ട് സൈഡിലും വന്ന് അതിനെ തൊഴാനും പിന്നെ അതൊന്ന് കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഈ ഒരു ക്രെയിൻ പോലത്തെ ഒരു വണ്ടിയിലാണ് ശ്രീരാമനെ ഒരു കയറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ കറക്കും. അപ്പം എല്ലാവർക്കും കാണാൻ പറ്റും ശ്രീരാമനെ. നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു വില്ല് കൊലച്ചിട്ടുള്ള വില്ലുമൊക്കെ ആയിട്ടാണ് ശ്രീരാമൻ്റെ ഒരു ഘോഷയാത്ര പോകുന്നത്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ അടക്കം ഒരുപാട് ആൾക്കാർ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ഏകദേശം 32,000-ഓളം പേര് മേളിലുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലേക്ക് ഉള്ളതുപോലെ ചെണ്ടമേളം ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ എന്നുള്ളതാണ്. പിള്ളേർ മലയാളികളാണോ അല്ലയോ എന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കൊട്ടൊക്കെ സാധാരണ വാദ്യമേളത്തിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരു ടോൺ അതൊക്കെ തന്നെ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. നല്ല എനർജറ്റിക്കായ കൊച്ചു പിള്ളേരായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. ആൾക്കാർ അതുപോലെ ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായത്. ഇതുപോലെ ഇവരിൽ നിന്ന് കൊട്ടുമ്പോൾ സമയത്ത് ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ വട്ടം കൂടി നിൽക്കുകയും വീഡിയോ എടുക്കുകയും അത് ആസ്വദിക്കുകയും അവരുടെ ഒപ്പം തുള്ളുകയും ഒക്കെ ആയിട്ട് സംഭവം നല്ല നല്ല അടിപൊളിയായിരുന്നു. ചെണ്ടമേള എവിടെ ചെന്നാലും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു നാസിക് ഡോൾ പോലല്ലോ, ഇതിൻ്റെ പ്രത്യേക ഒരു ആസ്വാദനം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അത് നല്ല രസമുള്ളൊരു നാസിക് ഡോളിനേക്കാളും കുറച്ചും കൂടെ ചെണ്ടമേളമാണ് എന്ന് തോന്നുന്നു ആൾക്കാർക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഈ ചെണ്ടമേളത്തിനൊപ്പം തന്നെ 2 പേരെ കണ്ടത്, ഒരു പ്രസന്ന വേഷം ധരിച്ചേക്കുന്ന 2 പേര്. ഇത് ചരിത്ര പുരുഷന്മാരാണോ എന്തോന്ന് അറിയത്തില്ല. അതോ എന്തെങ്കിലും അമ്പലത്തിൻ്റെയോ എന്തോ മനസ്സിലായില്ല. പക്ഷേ 2 പേര് ഇതുപോലെ വേഷങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ കയ്യിൽ 2 വാളൊക്കെ ആയിട്ട് ഇവരുടെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. നടന്നു കഴിഞ്ഞ് കുറേ അടുത്ത് കഴിയുമ്പോഴത്തേക്കിന് പുറയിൽ വണ്ടി ഉണ്ടാവും. ആ വണ്ടിയിലാണ് പോകുന്നത്. ചെരുപ്പ് പോലും ഇടാതാണ് ഇവർ റോഡിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ചൂടൊക്കെ അടിച്ച് ക്ഷീണമൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ മറ്റു വേറെ വണ്ടികളിലൊക്കെ ഇങ്ങനെ കയറി പോകുന്നത് കണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെണ്ടമേളം കൊട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെയുള്ള ആൾക്കാർ അവരുടെ കൂടെ ഒപ്പം നിന്ന് ഡാൻസൊക്കെ കളിച്ച് ആഘോഷമാക്കുകയാണ് ഈ ഘോഷയാത്ര. നല്ല കവർണാഭമായിരുന്നു. പോകുന്ന വഴിക്ക് പടക്കം മാത്രം ഒരു പൊട്ടിച്ചില്ല. പക്ഷെ കളർ ലൈറ്റുകളും പിന്നെ കളർ പേപ്പറും ഒക്കെ ആയിട്ട് റോഡിലൊക്കെ ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ച് ഒരുപാട് കാഴ്ചക്കാരുണ്ടായിരുന്നു റോഡിൻ്റെ 2 സൈഡിലും. ഞാൻ പറഞ്ഞത് ഏകദേശം 3-3.5 കിലോമീറ്ററോളമാണ് ഈ റാലി പോകുന്നത്. ആ 3-3.5 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഇത് തന്നെയാണ് പരിപാടി. ആൾക്കാരെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ 2 സൈഡിലും ഒക്കെ ആയിട്ട്. ഒരേ ഒരു കാര്യം മാത്രം ഉണ്ടായത്, ട്രാഫിക് ഭയങ്കര രീതിയിൽ അങ്ങ് ബ്ലോക്കായി. അത് എല്ലാ രീതിയിലും സിറ്റിയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ അന്നത്തെ ഒരു ദിവസമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഞായറാഴ്ചയാണെന്ന് അവധി ദിവസം കൂടെ ആയിരുന്നല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആ ഒരു ദിവസത്തിനായിരിക്കും. ഇതാണ് രാമനവമിയിൽ ഞാൻ കണ്ട കാഴ്ചകൾ. കണ്ടിട്ട് ഇപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയായി തോന്നി. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പരിപാടി. അപ്പം അതാണ് വീഡിയോ എടുത്ത് നിങ്ങളിലും കൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.